വിശദമായ വാർത്തകളിലേക്ക്. സർക്കസ് തമ്പുകൾ വീണ്ടും ഉണരുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം താറുമാറായവരാണിവർ. കായംകുളത്ത് ജംബോ സർക്കസിലെ കലാകാരന്മാരാണ് അഭ്യാസ പ്രകടനങ്ങളുമായി വീണ്ടും കാണികളെ വിസ്മയിപ്പിച്ചു തുടങ്ങിയത്. 2 വർഷമായി സർക്കസ് കൂടാരങ്ങൾ അടഞ്ഞിട്ട്. കോവിഡും ലോക്ക്ഡൌണുമെല്ലാം ഇവരുടെ ജീവിതവും സ്വപ്നങ്ങളും തകിടം മറിച്ചു. സർക്കാർ നൽകിയ ഭക്ഷ്യക്കിറ്റ് മാത്രമായിരുന്നു ആശ്വാസം. വരുമാനവും പണിയുമില്ലാതെ നാടുകളിലേക്ക് പോകാൻ കഴിയാത്തവർ ഗത്യന്തരമില്ലാതെ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. തങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വീടുകളുടെ അവസ്ഥ ദയനീയമായത് പലരെയും കൂലിപ്പണിക്കിറങ്ങാൻ പ്രേരിപ്പിച്ചു. പ്രദർശനം വീണ്ടും സജീവമാകുന്നതോടെ ഇവരെല്ലാം വീണ്ടും പരിശീലനത്തിനായി കൂടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. 2 വർഷത്തോളം നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയ ഇവർ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. കായംകുളം ഗോകുലം ഗ്രൗണ്ടിലാണ് ആദ്യ പ്രദർശനം നടന്നത്. ഇത്ര നാളത്തെ വരുമാന നഷ്ടം പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് കാണികളെ ഇവർ രസിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും ലോണോ സബ്സിഡിയോ ഗ്രാൻഡോ എന്തെങ്കിലും തരണോ? പക്ഷേ പല ലോൺസും എടുത്തിട്ട് നമ്മളിപ്പോൾ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇതിലിപ്പോൾ ആളെ സർക്കസേ കുറഞ്ഞ് കേരളത്തിൽ 10-20 സർക്കസ് ഉണ്ടായതിൽ ഇപ്പോൾ 4 സർക്കസേ ബാക്കിയുള്ളൂ. ഈ 4 സർക്കസും കൂടി ഇതേമാതിരി സപ്പോർട്ടില്ല, ഗവൺമെൻറ് സപ്പോർട്ടില്ലെങ്കിൽ നാളെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാടുകളിലേക്ക് മടങ്ങിയ കലാകാരന്മാരും തിരികെ വന്നു തുടങ്ങി. നേപ്പാൾ, ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയത്. സർക്കസിൽ ആകർഷക കാഴ്ചയൊരുക്കിയിരുന്ന ആഫ്രിക്കക്കാർക്ക് വിമാന വിലക്കുള്ളതിനാൽ ഉടനെ മടങ്ങിയെത്താനാവില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് 18 കായംകുളം. യോഗാസന മത്സരത്തിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാനൊരുങ്ങി കാസർഗോഡ് സ്വദേശിനി അഭിജ്ഞ ഹരീഷ്. അമേരിക്കയിലെ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഈ താരത്തിന് നേടാനായിട്ടുണ്ട്. ഹരിയാനയിൽ അടുത്ത വർഷം മേയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് യോഗാസന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് 11-കാരി അഭിജ്ഞ മത്സരിക്കുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വർ ബിജു പട്നായിക് സ്റ്റേഡിയത്തിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിലാണ് ഗെയിംസിലേക്കുള്ള താരങ്ങളെ തിരഞ്ഞെടുത്തത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഗെയിംസിലേക്ക് 5 പേരെയാണ് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഏക താരവും അഭിജ്ഞയാണ്. 3 മിനിറ്റിൽ 53 യോഗാസനം അവതരിപ്പിച്ച് അമേരിക്കയിലെ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും അഭിജ്ഞ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റ് ലെവലായിരുന്നു, പിന്നെ നാഷണൽ, പിന്നെ ഒഡീഷയിലായിരുന്നു നാഷണൽ. ഇപ്പോൾ 5 പേരായിരുന്നു അന്നുണ്ടായത്. ഞങ്ങൾ ഗ്രൂപ്പായിരുന്നു ചെയ്തത്. അതിൽ ഒരാൾക്കാണ് കിട്ടിയത്, അത് എനിക്കാണ്. കഴിഞ്ഞ വർഷം നോബൽ വേൾഡ് റെക്കോർഡും ഈ കായിക താരം നേടി. 120 സെക്കൻഡ് സമയം വൃശ്ചികാസനം ചെയ്തതിനാണ് ഈ പുരസ്കാരം എത്തിയത്. പോണ്ടിച്ചേരിയിലും കർണാടകയിലും നടന്ന ദേശീയ തലത്തിലുള്ള മത്സരത്തിൽ ഗോൾഡ് മെഡലും ലഭിച്ചു. 4 വയസ്സ് മുതൽ യോഗ പഠിക്കുന്ന അഭിജ്ഞയുടെ പരിശീലക മാതാവ് തേജകുമാരിയാണ്. ഞാൻ വേറെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇവൾ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്കൊരു ഇത് കഴിവുണ്ടെന്ന് എനിക്കറിഞ്ഞു. അപ്പോൾ ഇവളെ ഞാൻ 4 വയസ്സ് മുതൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. കാസർഗോഡ് ദ്വാരകാ നഗർ ശ്രീലക്ഷ്മി വെങ്കടേശ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിജ്ഞ. ഭരതനാട്യവും യോഗയും കൂടി ചേർന്ന നാഗനൃത്തം 500ഓളം വേദികളിൽ അവതരിപ്പിച്ചും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കറന്തക്കാട് സ്വദേശി ഹരീഷിന്റെയും തേജകുമാരിയുടെയും ഏക മകളാണ് അഭിജ്ഞ. ന്യൂസ് 18 കാസർഗോഡ്. 85-ാം വയസ്സിലും പാതയോരങ്ങളിൽ പൂന്തോട്ടമൊരുക്കുകയാണ് കോതമംഗലം നെല്ലിമറ്റം സ്വദേശി ചാക്കോച്ചൻ. വീടിനു മുന്നിലെ റോഡിനിരുവശവുമായി 200 മീറ്റർ ദൂരത്താണ് വസന്തം വിരിയിച്ചത്. നെല്ലിമറ്റം വാളാച്ചിറ തെക്കുംകാനം വീട്ടിൽ ചാക്കോച്ചേട്ടൻ റോഡിനിരുവശവും മനോഹരമായ ഉദ്യാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. പൂക്കളെയും പൂന്തോട്ടങ്ങളെയും ഇഷ്ടപ്പെടുന്ന ചാക്കോച്ചന് ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് പൂന്തോട്ടമൊരുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വീടിന്റെ മുന്നിലെ റോഡിനിരുവശത്തും ചെടികൾ നട്ടു തുടങ്ങിയത്. ഒരിക്കൽ പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന ക്രോസ്മസ് പൂച്ചെടിയുടെ വിത്തുകൾ പാകിയാണ് പൂന്തോട്ടമൊരുക്കൽ തുടങ്ങിയത്. എനിക്ക് പൂക്കളെ വളരെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ സ്ഥലമില്ല, 5 സെന്റ് സ്ഥലം മാത്രമേ എനിക്കുള്ളൂ. ആയതുകൊണ്ട് പൂ നടാനുള്ള ഒരു സൗകര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ റോഡ് സൈഡിൽ കൂടെ ഈ പൂ നട്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പണിയെടുക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. റോഡിനിരുവശത്തുമുള്ള സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഏകദേശം 200 മീറ്ററോളം ദൂരത്താണ് പൂന്തോട്ടം ഒരുക്കിയത്. നെല്ലിമറ്റത്തെ ഈ പൂക്കാലം ആസ്വദിക്കാതെ വഴിയാത്രക്കാർ ആരും ഇതുവഴി കടന്നുപോകില്ല. ന്യൂസ് 18 കോതമംഗലം.
4 ദിവസം നീണ്ടു നിൽക്കുന്ന ബേപ്പൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ്. രാജ്യത്തെ ഏറ്റവും വലിയ വാട്ടർ തീം ഫെസ്റ്റിവലിനാണ് ബേപ്പൂരിൽ തുടക്കമായത്. ജല ടൂറിസം മേഖല പരിപോഷിപ്പിക്കുക, സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഫെസ്റ്റ്. സംസ്ഥാന ടൂറിസം വകുപ്പാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. നടൻ മമ്മൂട്ടി ഓൺലൈനായാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചു. കയാക്കിംഗ് ഉൾപ്പെടെ ആവേശകരമായ മത്സരങ്ങളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ളത്. തദ്ദേശവാസികൾക്ക് ചൂണ്ടയിടൽ, വലവീശൽ, നാടൻ തോണികളുടെ തുഴച്ചൽ മത്സരങ്ങളും ട്രഷർ ഹണ്ട് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന ദിവസം ബേപ്പൂർ പ്രദേശത്തെ മത്സ്യബന്ധന ബോട്ടുകളുടെ പരേഡുമുണ്ടാകും. നാവികസേനയുടെ ഹെലികോപ്റ്റർ ടീം നടത്തുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ പ്രദർശനവും നാവിക കപ്പലുകളുടെ ദീപാലങ്കാരവും നടത്തി. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ സന്ദർശിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത്. നല്ലൊരു പരിപാടിയായിട്ടാണ്. ഇനിയും എല്ലാ വർഷവും ഈ ഒരു പരിപാടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇതിനേക്കാളും നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയാസങ്ങളും ഇപ്പം ഞങ്ങൾ കണ്ട്. എന്നാലും അടുത്ത വർഷം കൂടി ഇതേ രീതിയിൽ വരികയാണെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നടത്താനും കഴിയും. നല്ലൊരു പരിപാടിയായിട്ടാണ് പറയാനുള്ളത്. സർഗാലയ, ഉറവ്, കിർത്താഡ്സ് തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ഫ്ലീ മാർക്കറ്റാണ് ഫെസ്റ്റിവലിന്റെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ്, മാരിടൈം ബോർഡ്, ടൂറിസം തുടങ്ങിയവയുടെ പ്രത്യേക പവലിയനും ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൊടുങ്ങല്ലൂർ കയ്പമംഗലത്തെ നെല്ലിപ്പറമ്പിൽ വീട്ടിലെ സാവിത്രിയമ്മയ്ക്ക് 4 പെൺമക്കളാണ്. 4 പേരും പക്ക പ്രൊഫഷണലുകളാണെങ്കിലും ജോലിക്കൊപ്പം വിവിധ കലകളിൽ പ്രാവീണ്യം തെളിയിക്കുകയാണ് ഇവർ. സംഗീതത്തിൽ സാവിത്രി അമ്മയോടൊപ്പം പാടുകയാണ് 4 സംഘം. ചില നേരങ്ങളിൽ ചിത്രരചനയും കരകൗശല നിർമ്മാണവുമൊക്കെയായി വീടിന് അലങ്കാരം തീർക്കുകയാണ്. കലാവാസനകളെ കണ്ടെത്തി കൂടുതൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാനാണ് തയ്യാറായത്. അങ്ങനെ ഇവർക്ക് ജന്മസിദ്ധമായ കുറേ കഴിവുകളാണ്. പഠിച്ചിട്ടൊന്നുമല്ല. ശാസ്ത്രീയ സംഗീതമൊക്കെ എല്ലാവരും പഠിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. ഇളയ മോള് കൂടുതലായിട്ട് പഠിച്ചു. 4ൽ 3 പേരും വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപികമാരാണ്. 4ാമത്തെയാൾ തിരൂരിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഞാൻ തിരൂരിലാണ് താമസിക്കുന്നത്. മലപ്പുറത്ത് അഡ്വക്കേറ്റാണ്. അതിനോടൊപ്പം എൻ്റെ പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കോമ്പയറിങ് രംഗത്തുണ്ട്, അവതരണം രംഗത്തുണ്ട്. അതുപോലെ ചെറിയൊരു ഡാൻസ്, എളിയ രീതിയിലൊരു ഡാൻസ് സ്കൂള് ഞാനും എൻ്റെ സുഹൃത്ത് പ്രസന്ന എന്ന് പറഞ്ഞ ഡാൻസ് ടീച്ചറും കൂടെ തിരൂരിൽ നടത്തുന്നുണ്ട്. ഓണവും ക്രിസ്മസും വിഷുവുമൊക്കെ ആഘോഷിക്കാനാണ് 4 പേരും തറവാട്ടിലേക്ക് എത്തുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പാട്ടും തിരുവാതിര കളിയുമൊക്കെയായി ആകെ ബഹളമയമാകും. അധ്യാപികയായ ജ്യോതി ഇതിനകം 8 ടെലിഫിലിമുകളിലും 2 സിനിമകളിലും അഭിനയിച്ചു. എൻ്റെ സ്കൂളിലെ കുട്ടികളും ഞാനൊക്കെ കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അത് വലിയൊരു ത്രില്ലായി. അതിനുശേഷം ഒരു 5-8 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങൾ, അവധി ദിവസങ്ങളൊക്കെ നോക്കിയിട്ട്. പാട്ടും കളികളുമായി ഒഴിവുകാലമാകുമ്പോൾ 4 പേരും ഒത്തുകൂടും. പിന്നെ ജോലിസ്ഥലത്തേക്ക് ചേക്കേറും. അടുത്ത ഒഴിവുകാലം നോക്കി സാവിത്രിയമ്മ കാത്തിരിക്കും. ഇങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതചര്യ. ന്യൂസ് 18 കൊടുങ്ങല്ലൂർ.
യാത്രാമാർഗങ്ങൾ അന്യമായിരുന്ന വടകരയിലെ മലയോര ജനതയ്ക്കായി ഒരു ബസ് തന്നെ വാങ്ങിയ ആളാണ് ഉഷസ് ഗോപാലൻ. ഇന്ന് ബസ് വ്യവസായം കനത്ത തിരിച്ചടി നേരിടുമ്പോൾ ഉഷസ് ഗോപാലനും പിൻവാങ്ങുകയാണ്. ഫ്ലോർ മില്ലും കൃഷിയുമൊക്കെയായാണ് ഇപ്പോഴത്തെ ഉപജീവനമാർഗം. മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയാണ് ഉഷസ് ഗോപാലൻ ആദ്യമായി ബസ് വാങ്ങുന്നത്. ഒരു ബസ് പിന്നീട് 6 ആയി. ഗ്രാമവാസികൾക്ക് നഗരങ്ങളിലെത്താനും കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കാനുമുള്ള മാർഗമായി ഗോപാലന്റെ ഉഷസ് ബസ്സുകൾ മാറി. സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധികൾ വന്നതോടെ ഗോപാലൻ മറ്റു മേഖലകളിലേക്ക് ചുവടുമാറ്റി. ഇപ്പോൾ കൃഷിയും പശുവളർത്തലും ഫ്ലോർ മില്ലും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. നമ്മളെ സർക്കാർ എപ്പം പറയും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വ്യവസായികളെ വിളിച്ചിവിടെ കൊണ്ടുവരും, പിന്നെ അങ്ങനെ കൊണ്ടുവരും. എറണാകുളത്ത് വേണമെങ്കിൽ ഒരു 2 ഏക്കർ സ്ഥലം വേണമെങ്കിൽ ഞാനൊരു 50 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ 2 ഏക്കർ സ്ഥലം തരും, എവിടെ വേണമെങ്കിലും അങ്ങനത്തെ സാധനം ലോൺ തരും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പിന്നെ ഒരു മേഖല ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല. സർക്കാരിന്റെ സഹായമില്ലെങ്കിൽ അനേകായിരങ്ങളുടെ തൊഴിലും നാട്ടുകാരുടെ യാത്രാ സൗകര്യവും ഇല്ലാതായി പോകുമെന്നാണ് ഉഷസ് ഗോപാലന് പറയാനുള്ളത്. ന്യൂസ് 18 വടകര. വടകര താലൂക്ക് ഓഫീസിൽ തീപിടുത്തമുണ്ടായ ദിവസങ്ങൾക്ക് ശേഷവും ഇവിടെയുണ്ടായിരുന്ന പഴയ വസ്തുക്കളുടെ ശേഖരം കൗതുകമാവുകയാണ്. പുതിയ താലൂക്ക് ഓഫീസ് ഉണ്ടാകുമ്പോൾ ഒരു മ്യൂസിയവും ഇനി ഒരുക്കേണ്ടി വരും. ഇതുവരെ കിട്ടിയ വസ്തുക്കളെല്ലാം പ്രത്യേകമായി ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വടകര താലൂക്ക് ഓഫീസിന്റെ ബാക്കിയായ ഒരു ചെറിയ മുറി നിറയെ പുരാവസ്തു ശേഖരമാണിപ്പോൾ. 3 നൂറ്റാണ്ട് കാലത്തെ ശേഷിപ്പുകൾ ഡിസംബർ 17 തീപിടുത്തത്തിന് ശേഷവും ബാക്കിയായി. എന്തൊക്കെയാണ് കത്തിപ്പോയതെന്നറിയില്ലെങ്കിലും ശേഷിച്ചവയിൽ അത്ഭുതങ്ങളുണ്ട്. പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരുടെ മുദ്രകൾ, താലൂക്ക് ഓഫീസിന്റെ ഐശ്വര്യത്തിനായി നൽകിയ എഴുത്തോലകൾ, പഴയകാല തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ, ഓഫീസ് ഉപകരണങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. അളവുകോലുകൾ, വില്ലേജുകളിലേക്കുള്ള പാനീസുകൾ, വില്ലേജ് പോലീസിന്റെ ബാഡ്ജുകൾ, മഴയളക്കാനുള്ള പാത്രങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പേരുള്ള വോട്ടുപെട്ടികൾ എന്നിവയെല്ലാം അവശേഷിച്ചവയിൽ ഉൾപ്പെടും. ക്രോസ് സ്റ്റാഫ്, ചങ്ങല, അതുപോലെ നമ്മുടെ ഫയല് വെക്കാൻ വേണ്ടിയുള്ള ജാക്കറ്റുകൾ, അത് മേലെയും താഴെയും മരത്തിൻ്റെ പലകകൾ, നടുവിൽ ഫയൽ വെച്ച് കെട്ടി വെക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കുറേ സീലുകൾ, പിന്നെ വില്ലേജ് പോലീസ് സംവിധാനം ഉണ്ടായിരുന്ന കാലത്തുള്ള ബാഡ്ജ്, കൈൻ്റെ മുകളിൽ വെക്കാനുള്ള ബാഡ്ജ്, തഹസിൽദാർ ബാഡ്ജ്, സബ് കളക്ടർ ബാഡ്ജ്, വില്ലേജ് സർവീസിൻ്റെ ബാഡ്ജ്, ദഫേദാർ ബാഡ്ജ്, അത്തരത്തിലുള്ള ബാഡ്ജുകൾ, പിന്നെ മഴ അളക്കാനുള്ള മഴമാപിനിയും അതിൻ്റെ ജാറും, അങ്ങനെ നിരവധി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെൻസിൽ പേപ്പർ, അത് ഇനിയിപ്പോൾ ആളത്തിലുള്ള സ്റ്റെൻസിൽ സംവിധാനം അറിയില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സംവിധാനം വരുന്നത് സ്റ്റെൻസിലിൻ്റെ പേപ്പറും സ്റ്റെൻസിൽ മെഷീനും, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം പിന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. തിരികെ ലഭിച്ചവയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊക്കെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എല്ലാവർക്കും ആശങ്കയാണ്. പുതിയ താലൂക്ക് ഓഫീസ് നിർമ്മിക്കുമ്പോൾ ഇതിനായി മ്യൂസിയം പോലെ ഒരു മുറി സജ്ജമാക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 വടകര. വീണ്ടും വാർത്തകളിലേക്ക്. കൃത്രിമ സമുദ്രജലത്തിലെ ബയോഫ്ലോക്ക് രീതിയിലുള്ള ആദ്യ വനാമി ചെമ്മീൻ കൃഷിയുമായി മലപ്പുറം വളാഞ്ചേരി വെണ്ടല്ലൂർ സ്വദേശി സലീം. ജില്ലയിൽ ആർട്ടിഫിഷ്യൽ സീ വാട്ടറിൽ വനാമി കൾച്ചർ ചെയ്യുന്ന ഏക വ്യക്തി കൂടിയാണ് സലീം. കിണറ്റിലെ വെള്ളം കൃത്രിമ രീതിയിൽ സമുദ്രജലത്തിന് സമാനമാക്കിയാണ് ചെമ്മീൻ കൃഷി നടത്തുന്നത്. ജില്ലയിൽ ആർട്ടിഫിഷ്യൽ സീ വാട്ടറിൽ വനാമി കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഏക വ്യക്തി കൂടിയാണ് സലീം. 90 മുതൽ 150 ദിവസമാണ് ഈ കൃഷിയുടെ കാലാവധിയെങ്കിലും സിവിയർ ഡെൻസിറ്റി നിലനിൽക്കുന്നതിനാൽ 60 ദിവസം ഭാഗികമായി വിളവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് സലിം പറയുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ വിളവെടുപ്പ് എന്ന് പറഞ്ഞത് ഭാഗികമായ ഒരു വിളവെടുപ്പാണ്. അതായത് ഇതിൻ്റെ പൂർണ്ണ വളർച്ച ഇപ്പോൾ എത്തിയിട്ടില്ല. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നമ്മൾ സിവിയർ ഡെൻസിറ്റിയാണ് കീപ്പ് ചെയ്തിരുന്നത്. അതായത് ഈ 5 മീറ്റർ ഡയമീറ്ററിൽ ശരിക്ക് 5000 കുഞ്ഞുങ്ങളാണ് ചെമ്മീനിൽ ഇടാൻ പാടുള്ളൂ. വീട്ടുമുറ്റത്തെ വനാമി ചെമ്മീൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ഇതുകൂടാതെ വീട്ടുവളപ്പിൽ വിവിധ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തൽ, തണ്ണിമത്തൻ കൃഷി, ചെണ്ടുമല്ലിത്തോട്ടം, നെല്ലുൽപാദനം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പരീക്ഷണം നടത്തിവരികയാണ് സലിം. കുറ്റിപ്പുറം ബ്ലോക്കിലെ മികച്ച കർഷകനുള്ള പുരസ്കാരത്തിനും അർഹനാണ് സലിം. വരുമാനം ഇതിൽ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ 5 മീറ്റർ ഡയമീറ്ററിൽ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ ചെയ്ത രീതി അനുസരിച്ച് ഒരു 15,000 മുതൽ 20,000 രൂപ വരെ നമുക്ക് 2 മാസം കൊണ്ടുള്ള വരുമാനം കിട്ടും. വിളവെടുപ്പ് പൂർത്തിയായതോടെ വരും ദിവസങ്ങളിൽ വനാമി ചെമ്മീൻ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാനാണ് സലിമിന്റെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്യുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കോതമംഗലത്തെ മുഹമ്മദ് ഇസ്മായിൽ. ചോളവും സൂര്യകാന്തി ചെടികളുമൊക്കെയായി പഠനത്തിനൊപ്പം കൃഷിയും ഒരേപോലെ കൊണ്ടുപോവുകയാണ് ഈ മിടുക്കൻ. പായിപ്ര സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്.
6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഇസ്മായിലിന്റെ കുടുംബത്തിന് സ്വന്തമായി 1 സെന്റ് ഭൂമി പോലുമില്ല. പായിപ്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പിതാവ് MA കമാലുദ്ദീൻ പാട്ടത്തിനെടുത്ത 1 ഏക്കർ സ്ഥലത്താണ് മുഹമ്മദ് ഇസ്മായിലിന്റെ കൃഷി. ചോളം, സൂര്യകാന്തി, മഞ്ഞൾ, വെളുത്തുള്ളി, വാഴ അങ്ങനെ പലതും. ഓൺലൈൻ വഴി വാങ്ങിയ മധുരച്ചോളം ഇനത്തിൽപ്പെട്ട വിത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. കൃഷിരീതികളും വളവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കൃഷി ഓഫീസർമാരിൽ നിന്നും മറ്റും ചോദിച്ചറിഞ്ഞു. 120 ദിവസം കൊണ്ട് മഴക്കാലത്തും 90 മുതൽ 110 ദിവസം കൊണ്ട് വേനലിലും ചോളം വിളവെടുക്കാൻ കഴിയുമെന്നാണ് അനുഭവത്തിലൂടെ ഇസ്മയിൽ പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് സൂര്യകാന്തി ഉണ്ട്, ചോളമുണ്ട്, വെണ്ടയ്ക്കുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, പിന്നെ കുറേ ചെടികളും ക്യാബേജൊക്കെ ഉണ്ട്. ഇത് വൈകുന്നേരം രാവിലെ നനയ്ക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുല്ല് പറിക്കും, നനയ്ക്കണം, അതൊക്കെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കും. തക്കാളി, വഴുതന, മുളക് എന്നിവയ്ക്കുള്ള വാട്ടരോഗം ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇടയിൽ ചോളം നട്ടാൽ മതിയാകുമെന്നതിനാലാണ് ചോളം കൃഷി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത്. കരനെൽ കൃഷിയിലും ഈ 6ാം ക്ലാസ്സുകാരൻ വിജയം നേടിയിരുന്നു. ഇസ്മായിലിന്റെ പിതാവ് കമാലുദ്ദീനും മാതാവ് റുബിയയും സഹോദരിമാരായ ബുഷറയും ഇൻഷിറയും കൃഷിത്തോട്ടത്തിൽ സഹായവുമായുണ്ട്. കുട്ടി കർഷകനെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് VA റഹീമ ബേബി ആദരിച്ചു. മുതിർന്ന ആളുകൾ വരെ ഇപ്പോൾ കൃഷിയോട് താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇവൻ്റെ ഈ കൃഷിയിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണകളും നൽകുന്നുണ്ട്. ഇവൻ ഭാവിയിലും നല്ല പഠിത്തത്തിലും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവൻ മികച്ചതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പഠനത്തിനിടയിൽ ലഭിക്കുന്ന സമയമാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വിളകളും തികച്ചും ജൈവികമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ മിടുക്കൻ. ന്യൂസ് 18 കോതമംഗലം. മലപ്പുറം എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഫലവൃക്ഷ തൈ കിറ്റ് വിതരണം തുടങ്ങി. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് കൃഷിഭവൻ മുഖേനയുള്ള കിറ്റ് വിതരണം. ഗുണമേന്മയുള്ളതും നല്ല വിളവ് ലഭിക്കുന്നതുമായ വൃക്ഷത്തൈകളാണ് വിൽക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത റംബുട്ടാൻ, വിയറ്റ്നാം ജാക്ക്, റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായ തുടങ്ങിയവയാണ് ഓരോ കിറ്റിലുമുള്ളത്. നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 500 ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി തൈകൾ ലഭിക്കും. അടുത്ത വർഷം കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പദ്ധതി വിപുലപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ് പറഞ്ഞു. നല്ല ഉന്നയിനം ചക്ക, അതോടൊപ്പം തന്നെ റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായ തൈകൾ ഇത്രയാണ് ഇതിൽ നമ്മൾ നൽകുന്നത്. കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18 എടവണ്ണ. ആലുവയിൽ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഇന്നലെ നടത്തിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. മയക്കുമരുന്ന് ശേഖരം കൊച്ചിയിലെ പുതുവത്സര പാർട്ടികൾക്കായി എത്തിയതാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിലെ ഹോട്ടലുകളിലെയും അല്ലാതെയുമുള്ള ആഘോഷങ്ങളിൽ എക്സൈസ് നിരീക്ഷണം ഏർപ്പെടുത്തി. ജില്ലയിലെ പല ഹോട്ടലുകളിലും കേന്ദ്രങ്ങളിലും പുതുവത്സരാഘോഷങ്ങൾ നേരത്തെ നടത്താൻ നീക്കം നടക്കുന്നതായി സൂചന ലഭിച്ചുവെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KK അനിൽകുമാർ പറഞ്ഞു. ഇത്തരം ആഘോഷങ്ങളിൽ ലഹരി കണ്ടെത്തിയാൽ ഹോട്ടൽ ഉടമകളെ പ്രതി ചേർക്കുമെന്നും ബാർ ലൈസൻസ് അടക്കം റദ്ദു ചെയ്യുമെന്നും കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജ്യൂസിൻ്റെ കവറ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഫില്ല് ചെയ്ത് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 കിലോയ്ക്ക് മുകളിൽ ഇവർ പാനിപ്പുരിയുടെ പാക്കറ്റിൽ അത് കളഞ്ഞിട്ട് MDMA ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 1/2 ഗ്രാമിന് 3000 രൂപയ്ക്കാണ് ഇവർ വിൽക്കാൻ റീറ്റെയിൽ റേറ്റ് ഇവർ പറയുന്നത് പിടിച്ചത്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 2.5 കോടിക്ക് മുകളിൽ 3 കോടിയുടെ അടുത്ത് വരും ഒരു റീറ്റെയിൽ പാർട്ടി ഡ്രഗായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, റീറ്റെയിലായിട്ട് പോകുമ്പോൾ 3 കിലോയ്ക്ക് മുകളിലുണ്ട്. ആലുവയിൽ പിടിയിലായ ഇരുവരും ഫരീദാബാദിൽ നിന്നും കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തവരാണ്. ട്രെയിനുകളിൽ ശബരിമലയിലേക്ക് പോകുന്നവരുടെ തിരക്ക് മുതലെടുത്ത് മയക്കുമരുന്ന് കടത്താമെന്ന പ്രതികളുടെ കണക്കുകൂടലാണ് പൊളിഞ്ഞതെന്നും അധികൃതർ വ്യക്തമാക്കി. കോടികൾ വില വരുന്ന മയക്കുമരുന്ന് കടത്തിന് പിന്നിൽ വൻ സംഘമുള്ളതായാണ് സൂചന. അന്വേഷണത്തിന് RPFന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായം തേടുന്നുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്കായും അല്ലാതെയും മയക്കുമരുന്നുകളുടെ വൻഒഴുക്കാണ് കേരളത്തിലേക്കെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ആലുവ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 6 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 2013 തൃത്താല വെള്ളിയാങ്കല്ലിന് സമീപമുള്ള ജലവിഭവ വകുപ്പിന്റെ കെട്ടിടത്തിൽ താൽക്കാലികമായി പരിമിത സൗകര്യത്തിലായിരുന്നു തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തിച്ചത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് വിപുലമായ സൗകര്യമുള്ള കെട്ടിടം ഉണ്ടായത്. മുൻ MLA VT ബൽറാമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 കോടി 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി R. ബിന്ദു കെട്ടിടത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. സിലബസും കരിക്കുലവും കാലാനുസാരിയായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കാൻ 3 കമ്മീഷനുകളെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ 5 ഏക്കർ സ്ഥലം
സൗജന്യമായി നൽകിയ കെ മുഹമ്മദിനെ സ്പീക്കർ MP രാജേഷ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. 2570 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ് കെട്ടിടം. 15 ക്ലാസ് റൂമുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, കോൺഫറൻസ് ഹാൾ എന്നിവയും ഉൾപ്പെട്ടതാണ് ഈ കെട്ടിടം. ന്യൂസ് 18 തൃത്താല. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന മൂന്നാർ നല്ലതണ്ണി കുറുമല ആശുപത്രി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. തോട്ടം മേഖലകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി മൂന്നാർ നല്ലതണ്ണി കുറുമല ആശുപത്രി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബോണി ബോസിന്റെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ മുടക്കിയാണ് 214 മീറ്ററോളം ദൂരം സഞ്ചാരയോഗ്യമാക്കിയത്. തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് നിർമ്മാണം നടത്തിയത്. ഈ റോഡ് കുരുമല നിവാസികൾക്ക് ഏറെ പ്രയോജനകരമായ റോഡാണ്. ഇതിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായി തകർന്നു കിടന്ന മൺ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് നല്ലതണ്ണി കുറുമല എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. ரொம்ப காலமாக ஒரு 15-20 வருஷத்துக்கு முன்னாடி ரொம்ப காலமாக மோசமாக இருந்தது. இப்போ வந்துக்கிட்டு நம்ம பிளாக் மெம்பரை பார்த்து இந்த இதை 10 லட்சம் ரூபா பட்டை ஒதுக்கி குருமல் ரோடு ஆஸ்பத்திரிக்கு போகிற வழி எல்லாம் நல்லா சுத்தமாக இருக்குது. மெயினான ரோடு ஆளுக்காக இது கொண்டு வர்றது மெயின் ரோடு டிராக்டருக்கு எல்லாம் வரக்கூடிய ரோடு நல்லா நீட்டாக போட்டு கொடுத்துருக்காங்க. നിരവധി പേരാണ് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് 18 മൂന്നാർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.